മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ എപ്പിസോഡിൽ തളർന്ന് കിടക്കുന്ന പ്രായമായ ഒരമ്മയോടുള്ള മക്കളുടെ സ്നേഹപൂർവമായ പരിചരണം നടക്കുന്ന ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട തോമാപുരം ചിറ്റാരിക്കാൽ സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമാണ് മുണ്ടമറ്റം ജോൺ ഏലിക്കുട്ടി ദമ്പതികളുടെ കുടുംബം. അതിൽ ജോൺ 7 വർഷങ്ങൾക്ക് മുമ്പ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഏലിക്കുട്ടി 94 വയസ്സുള്ള അമ്മ ഇന്ന് കിടന്ന കിടപ്പിലാണ്. സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. വയ്യാത്ത ആ അമ്മയെ മക്കൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം. ദൈവം അവർക്ക് 8 മക്കളെ നൽകി. അതിൽ 2 പേർ ദൈവിക ശുശ്രൂഷയ്ക്കായി സന്യാസ ജീവിതത്തിലേക്ക് 2 പെൺമക്കൾ യാത്രയായി. ബാക്കി 6 പേരും വിവാഹിതരായി. ഒരു മകനും ആ മകന്റെ ഭാര്യയും മരിച്ചുവെങ്കിലും ദൈവത്തിനു വേണ്ടി മക്കളെ വളർത്തിയ മാതൃകാ ദമ്പതികളായി ആ മാതാപിതാക്കന്മാരുടെ ജീവിതം. മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് മക്കൾക്ക് ബോധ്യമുണ്ടായ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ മാതാപിതാക്കൾ. അതുകൊണ്ട് മക്കൾ ഇവർക്ക് പ്രായമായപ്പോൾ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹത്തോടെ പരിചരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കാസർഗോഡ് ചിറ്റാരിക്കാൽ പരേതനായ മുണ്ടമറ്റം MJ ജോണിൻ്റെയും സഹധർമ്മിണി ഏലിക്കുട്ടി ജോണിൻ്റെയും കുടുംബം. പാലായിൽ നിന്നും ഈ പ്രദേശത്തേക്ക് കുടിയേറിയ ഒരു കുടിയേറ്റ കർഷക കുടുംബമാണ് ഇവരുടേത്. ചിറ്റാരിക്കാൽ തോമാപുരം സെന്റ് തോമസ് ഫൊറോന ദേവാലയമാണ് ഇവരുടെ ഇടവകപ്പള്ളി. നാട്ടുകാർ സ്നേഹപൂർവം കുഞ്ഞിലോച്ചൻ എന്ന് വിളിക്കുന്ന MJ ജോൺ എന്ന വീട്ടുകാരുടെ സ്വന്തം ഇച്ചായൻ 7 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ 90-ാം വയസ്സിൽ 2019 സെപ്റ്റംബർ 9-ാം തീയതി നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. പ്രായാധിക്യത്താൽ കിടപ്പിലായെങ്കിലും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം പ്രാർത്ഥനാ സഹായം വിതറിക്കൊണ്ട് ഏലിക്കൊച്ച് എന്ന ഏലിക്കുട്ടി അമ്മച്ചി ഇന്നും ഈ ഭവനത്തിൽ പ്രകാശം നിറയ്ക്കുന്നു. ചായനും അമ്മച്ചിക്ക് 8 മക്കളാണ്. അതിൽ മൂത്തയാളാണ് ഞാൻ. എന്നെ വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്ന ആലക്കോട്. ഹസ്ബൻഡിൻ്റെ പേര് അഗസ്റ്റ്യൻ, വീട്ടുപേര് ചാവനാലിൽ. എനിക്ക് 4 മക്കളാണ്. അവരുടെയൊക്കെ പഠിത്തവും കല്യാണവും ഒക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുക. പിന്നെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞാൽ അമ്മച്ചിയുടെ ഇച്ചായൻ്റെയും കാര്യം പറഞ്ഞാൽ നല്ല അധ്വാനികൾ, നല്ല എന്നും എൻ്റെ ചെറുപ്പം മുതൽ കണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ട് പിന്നെ കഷ്ടപ്പെട്ട് ഭയങ്കര പണിയൊക്കെ ആയിരുന്നു. രാത്രി എന്നാ പണിയാണേലും രാത്രി സന്ധ്യ ആകുമ്പം കുരിശുവര ചായനും അമ്മച്ചിക്കും വന്നിരിക്കും. എന്നിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കും. ഞങ്ങളൊക്കെ കയറി ഇരുന്ന് കുരിശ് വരയ്ക്കുമായിരുന്നു. നിർബന്ധമായിരുന്നു. അടുക്കള പിന്നെ സഹായിക്കാൻ അമ്മച്ചിയെ ചായം കൂടുകയും ചെയ്യും.
ചായനും അങ്ങനെ പുറത്തോട്ട് ചായൻ്റെ കൂടെയും കൂടി സഹായിക്കുമായിരുന്നു. ചായനും അമ്മച്ചിയും കൂടി ഒന്നിച്ച് കൊന്തയൊക്കെ ചൊല്ലി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചായൻ മരിക്കുന്നത്. 6.5 വർഷമായി. അത് കഴിഞ്ഞ് അമ്മച്ചി പിള്ളേരൊക്കെ ചെല്ലുമ്പോഴേ പറയും ഇന്ന കാര്യത്തിന് വേണ്ടി ഒരു കൊന്ത ഞങ്ങൾക്ക് വേണ്ടി ചെല്ലണമെന്ന്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങളുടെ ഈ അനുഗ്രഹമൊക്കെ കിട്ടിയിരിക്കുന്നത്. വിവാഹം കഴിച്ച് വന്ന കാലം മുതൽ അന്നിവിടെയല്ല താമസം. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മലയ്ക്ക് കയറുക. കുറേ കഷ്ടപ്പെട്ടാണ് വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. അന്ന് വന്നാൽ അന്ന് തിരിച്ചു പോകുന്ന സ്വഭാവമില്ല, പിറ്റേ ദിവസമേ പോകുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടോട്ട് താമസം വന്ന പിന്നെ സൗകര്യമായി. ഇവിടെ വന്നാൽ പോകേണ്ട സമയമാകുമ്പോൾ തിരിച്ചും പോകും. ചായ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആ ഡേറ്റിൽ ഞങ്ങളിവിടെ വന്ന് കുർബാനയും കൂടി ഓഫീസും കൂടി പോകുള്ളൂ. ഒറ്റ വർഷം പോലും ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഒരിക്കൽ പോലും പരസ്പരം വഴക്കിടാതെ അവർ മക്കൾക്കു വേണ്ടി ജീവിച്ചു. അത് തിരിച്ചറിഞ്ഞ മക്കൾ അതിലും കരുതലോടെ അവരെ നോക്കുന്നു. മക്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ആ കരുതലും സംരക്ഷണവും നമുക്ക് അനുഭവിച്ചറിയാം. ഞാൻ മുണ്ടമറ്റത്തിൽ കുഞ്ഞുലോച്ചൻ എന്ന് വിളിക്കുന്ന ജോണിൻ്റെയും ഏലിക്കുട്ടിയുടെയും 2ാമത്തെ മകനാണ്. വിളിക്കുന്ന കുട്ടിയച്ഛൻ. എനിക്ക് 2 മക്കൾ. മൂത്തയാൾ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇളയ മകൻ സ്വീഡനിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാര്യ ഗ്രേസി ഭീമനടി പാലാന്തരം കുടുംബാംഗം. 73 വർഷം മുമ്പ് കുടിയേറിയതാണ് പാലായിൽ നിന്നും ചിറ്റാരിക്കാലിൽ നിന്ന് ഈ സ്ഥലത്ത്. അന്ന് കാടും മലകളും എല്ലാ കാട്ടുമൃഗങ്ങളും പന്നി എല്ലാമായിട്ട് ഉള്ള അവസ്ഥയായിരുന്നു. അപ്പം കഠിനാധ്വാനം ചെയ്താണ് ഇച്ചാനും അമ്മച്ചിയും ഞങ്ങൾ 8 മക്കളെയും വളർത്തിയത്. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന 7 മണി കുളി കഴിഞ്ഞാൽ എല്ലാ മക്കളെയും കൂട്ടിയിരുത്തിയിട്ട് പ്രാർത്ഥന ചൊല്ലുന്ന കുടുംബ പ്രാർത്ഥന. അതുപോലെ തന്നെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് അവരേറ്റിട്ട് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇച്ചാനും അമ്മച്ചിയും ജപമാല എത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് പള്ളിയിൽ പോകണമെങ്കിൽ 4 കിലോമീറ്റർ നടന്ന് ഊടുവഴികളിൽ കൂടെ വേണമായിരുന്നു പോകാൻ. അപ്പം ഞായറാഴ്ചയൊക്കെ അന്ന് പള്ളിയിൽ പോകുള്ളൂ. പിന്നെ എല്ലാ മക്കളെയും ഏകദേശം സാമാന്യ വിദ്യാഭ്യാസം കൊടുത്ത് പരമാവധി പറ്റുന്ന രീതിയിൽ അവർ കഷ്ടപ്പെട്ട് ആണ് ഞങ്ങൾ ഈ നിലയിൽ ഇന്നെത്തിയിരിക്കുന്നത്. ഞാൻ 43 വർഷം മുമ്പ് പാലത്തടത്തെ കുടുംബത്തിൽ നിന്ന് മുണ്ടമറ്റം കുടുംബത്തിലേക്ക് കെട്ടി വന്നതാണ്. അന്ന് മുതൽ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഞങ്ങൾ ജീവിച്ചു പോരുന്നു. സഹോദരങ്ങളായിട്ടും ഞങ്ങളെല്ലാവരും നല്ല സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. നാത്തൂന്മാരായിട്ട് എല്ലാവരും അതുപോലെ ഇച്ചായനും അമ്മച്ചി ഞങ്ങൾക്ക് നല്ല സ്നേഹവും വാത്സല്യവും തന്നാണ് ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ കൊച്ചുമക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാര്യമാണ്. കൊച്ചുമക്കൾക്കും അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് നല്ല നിലയിൽ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോകുന്നത്. ഇതുപോലെ മുമ്പോട്ടും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രചോദനം ഇച്ചായനും അമ്മയും ഞങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും കൂടെ എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മുണ്ടമറ്റം കുടുംബത്തിലെ 4ാമത്തെ മകനാണ്. എൻ്റെ പേര് ബാബു. എൻ്റെ ഭാര്യ മോളി. ഒക്കെ 4 മക്കളാണ്. 4 പേര്. മൂത്ത മോള് സിസ്റ്ററാണ്. ഇരട്ടി പേരാവൂർ എന്ന് പറഞ്ഞ് SH ഗവൺമെൻറ്റിൽ വെക്കുന്നു. അതിൻ്റെ 2 പെണ്ണും ഒരാണും. അവർ 3 പേരും UK ജോലി ചെയ്യാണ്. അവർ 3 നേഴ്സുമാരാണ്. പിന്നെ അവരുടെ മക്കൾ ഒരാൾ മൂത്ത മോന് ഒരു കൊച്ചും 2ാമത്തെ മോക്ക് 2 പിള്ളേരും 3ാമത്തെ ഒരു കൊച്ചുമായിട്ട് ഉണ്ട്. അവിടെ ഫാമിലിയായിട്ട് ജീവിക്കുന്നു. എൻ്റെ അച്ഛനെ അമ്മച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മലബാർ കയറിയ കാലം മുതൽ അധികം അധ്വാനിച്ച് ജീവിച്ചവരാണ്. യാതൊരു ദുസ്വഭാവങ്ങളും ഇല്ലായിരുന്നു. നല്ല രാവിലെയും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും അതുപോലെ തന്നെ പള്ളിപ്പോക്കും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞൊരു കുടുംബമാണ്. ഞങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പഠിത്തത്തിനും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അമ്മച്ചൊക്കെ 8ഉം 10ഉം കൊന്തയൊക്കെ ദിവസം ചെല്ലുമായിരുന്നു. അങ്ങനെ ചെയ്ത് മക്കൾക്കെല്ലാം നല്ല ജോലികളുമൊക്കെ കിട്ടി. അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കഷ്ടപ്പാട് രാവിലെ 4 മണിക്കും 5 മണിക്കും ഏറ്റ് കഴിഞ്ഞാൽ അടുക്കള പണിയും തീർത്ത് പറമ്പിലെ പണിയും അധ്വാനവും ഒക്കെ ആയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാം ഈ നിലയിൽ അവർ വളർത്തത്. അവരുടെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിട്ട്
വന്നിട്ടുണ്ട്. ആ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലും വളരെയധികം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾ തുടർന്നുകൊണ്ട് ഇപ്പോൾ അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ ജീവിതം കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. 20-ാം വയസ്സിലാണ് ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു വീട് മാറി വരുന്നതിൻ്റെയൊക്കെ ഒരു ഉത്കണ്ഠയും വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചിയുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരു വിഷമങ്ങളൊന്നുമില്ലാതെ ആ ദിവസങ്ങളെല്ലാം കടന്നുപോയി. പിന്നെ അമ്മച്ചിയുടെ ഞാൻ 7 വർഷത്തോളം ജീവിച്ചു. 3 കുഞ്ഞുങ്ങളായ പിന്നെയാണ് ഞങ്ങൾ വേറെ പോയത്. പിന്നെ അമ്മച്ചിയെ വന്ന് കണ്ടത് എനിക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കാനുള്ളത്, വെളുപ്പിനെ ഒരു 5 മണിയാകുമ്പം അമ്മച്ചി ചാനും കൂടി എഴുന്നേറ്റ് കൊന്ത, തിരുവഹൃദയ ജപമാല, അതുപോലെ സകല വിശുദ്ധരുടെ ലുത്തിനിയ എല്ലാം ചൊല്ലി അങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാതെ അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം ആയിരുന്നു അമ്മച്ചിയുടേത്. അമ്മച്ചിയുടെ ഇച്ഛാൻ്റെ 2 പേരും കൂടെ കൂടി, അതുപോലെ വൈകുന്നേരം എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥന. ഒരു ദിവസം പോലും എന്ത് അത്യാവശ്യം ഉണ്ടായാലും ഒരു സന്ധ്യാപ്രാർത്ഥന മുടക്കി ഞങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ പേര് സിസ്റ്റർ ലിസ. ദീൻബന്ധു സമാജ് ജഗദൽപൂരിലാണ് എൻ്റെ സഭ. ഞാൻ ഈ വീട്ടിലെ അമ്മച്ചിയുടെ 5ാമത്തെ മകളാണ്. തുടക്കം മുതൽ പാലായിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്ത് വന്ന ആ കാലം മുതൽ അമ്മച്ചി ഇച്ചായനും ആരെയും ഒരു വിഷമവും അറിയിക്കാതെ മക്കളെ അതിൻ്റേതായ പരിമൂടലിൽ മുമ്പോട്ട് നയിക്കുവാനായിട്ട് വളർത്തുവാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. അതനുസരിച്ച് കഠിനാധ്വാനം ചെയ്തു. ആ ആഗ്രഹവും ആ കഠിനാധ്വാനവും ഇന്നും ഈ 8 മക്കളിലെ ഉള്ളിലും ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഓരോ കുടുംബങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കിയത്. അതുപോലെ തന്നെ അമ്മച്ചിക്ക് പ്രാർത്ഥനയോട് ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും അത് മാതാവിനോട് പറഞ്ഞാൽ മതി, മാതാവ് നടത്തിത്തരും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം അമ്മച്ചിക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു അമ്മച്ചിയെ ഇച്ചായനെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും ആരോടും ഒരു കുറ്റം പറയാതെ സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ അമ്മച്ചിയെ ഇച്ചായനെയും ഓർത്ത് ദൈവത്തിന്, നല്ലവനായ ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഇച്ചാനും അമ്മച്ചിയും എൻ്റെ സഹോദരങ്ങളും അടങ്ങുന്ന നല്ലൊരു സ്നേഹനിർഭരമായ കുടുംബാന്തരീക്ഷത്തിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത്. മാതാപിതാക്കളിൽ നിന്നുള്ള നല്ല പ്രേരണകളും ഓർമ്മകളും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുന്ന ഒരു വ്യക്തി പോലും വെറും കൈയോടെ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ നിറമനസ്സുകളോടെയാണ് തിരിച്ചു പോയിരിക്കുന്നത്. എൻ്റെ പേര് ജോൺസൺ. ഇവിടുത്തെ 8 മക്കളിൽ ഇളയ മോനാണ്. എൻ്റെ ഭാര്യ സിമി. ഞങ്ങളുടെ കൂടെയാണ് അമ്മച്ചി ഇവിടെ താമസിക്കുന്നത്. എനിക്ക് 3 പെൺമക്കളാണുള്ളത്. മൂത്ത മോള് അക്ഷയ, അവൾ UK വർക്ക് ചെയ്യുന്നു. 2ാമത്തെ മോള് ഏഞ്ചൽ, ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അവൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ മോള് ആൻമരിയ, അവളും നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. എനിക്ക് അമ്മച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും മാതൃകയായ ഒരു ജീവിതമായിരുന്നു അമ്മച്ചിയുടേത്. അത് കുടുംബജീവിതത്തിനാണെങ്കിലും അതുപോലെ ഭക്തിമാർഗത്തിനാണെങ്കിലും കാരുണ്യ പ്രവർത്തനമാണെങ്കിലും എന്തിനാണെങ്കിലും എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുകയും നല്ലത് സംസാരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മാതൃകയായ ഒരു അമ്മയായിരുന്നു. ഏതാണ്ട് 70 വർഷത്തോളം ചായൻ്റെ കൂടെ അവരൊന്നിച്ച കുടുംബജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു വഴക്കുണ്ടാക്കുകയോ അതുപോലെ ഒരു പിണങ്ങിയിരിക്കുകയോ അങ്ങനെ ഒരു സംഭവം ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. അത് കുടുംബത്തിലെ എല്ലാ പണികളും ചെയ്തിട്ട് ഇച്ചായൻ്റെ ഒപ്പം പറമ്പിൽ കൂടെ നടന്ന് ഇച്ചായനെ സഹായിക്കുകയും അതുപോലെ തമാശയൊക്കെ പറഞ്ഞ് നല്ലൊരു സുഹൃത്തുക്കളെ പോലെയായിരുന്നു അവരെപ്പോഴും. ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ലൊരു ചെറിയ സൗന്ദര്യപ്പിണക്ക് പോലും വന്നായിട്ട് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നേ ഇല്ല. അതുപോലെ സന്ധ്യാപ്രാർത്ഥന എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും വൈകുന്നേരം അന്ന് വാച്ചോ ക്ലോക്കോ ഒന്നുമില്ലാത്ത സമയമാണ്. എന്നിട്ട് പോലും ആ സമയം ഏകദേശം ക്രമീകരിച്ച് ഒരു 7-7:30 ഇടയ്ക്ക് കൃത്യമായിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുകയും അതുപോലെ പലപ്പോഴും ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ അവരുടെ കിടക്കുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പം ഞാൻ പലപ്പോഴും കണ്ണു തുറന്ന് കാണുന്നത് 2 പേരും കൂടെ കട്ടിലേലിരുന്ന് പിന്നെ ജപമാല ചെല്ലുകയും കർണക്കൊന്ന് ചെല്ലുന്നത് കാണുന്നത്. അത് എന്തൊക്കെ തരം കൊണ്ടെങ്കിലും ഈ 2 കാര്യങ്ങൾ ഒരിക്കലും അവരും മുടക്കിയിട്ടില്ല. അതിനുശേഷമാണ് പിന്നെ പണിക്കും മറ്റെല്ലാ കാര്യത്തിനും അവർ ഇറങ്ങുന്നത്. അമ്മച്ചിയെ പറ്റി പറയുവാണെങ്കിൽ അമ്മച്ചിയുടെ അടിയുറച്ച ആ വിശ്വാസമാണ് എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന അവസരത്തിലെല്ലാം ഞാൻ ആദ്യമേ കാണുന്ന അമ്മച്ചി ഇച്ചാനും രാവിലെ എണീറ്റ് സകല വിശുദ്ധന്മാരുടെ ലുത്തീനിയ ചൊല്ലി അതിനുശേഷം ജപമാല ചൊല്ലി മക്കളെയൊക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് അവരെണീറ്റ് പോകാറുള്ളത്. അതുപോലെ അടുക്കളയിൽ എല്ലാ ജോലിക്കും അമ്മച്ചി എന്നോട് എല്ലാത്തിനും എന്നെ സഹായിക്കുമായിരുന്നു. അതുപോലെ പിള്ളേർ ചെറുതായിരുന്ന സമയത്ത് അവരെ നോക്കുന്ന എല്ലാം അമ്മച്ചി തന്നെയായിരുന്നു. അതുകൊണ്ട് അമ്മച്ചിക്ക് അവരോടും പിള്ളേർക്കാണെങ്കിലും അമ്മച്ചിയെ കൂടി ഇപ്പോഴും ഭയങ്കര സ്നേഹവും കരുതലുമാണ്.
അതുപോലെ അമ്മച്ചി മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന കാര്യത്തിലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ അമ്മച്ചി ഒത്തിരി മുൻപന്തിയിലായിരുന്നു. ഇപ്പോഴും അമ്മച്ചീനെ ഓരോരുത്തരുടെ കാണാൻ വരുമ്പോൾ അവരെന്നോട് പറയാറുണ്ട് അമ്മച്ചി ചെയ്ത ഓരോ ഉപകാരങ്ങളെപ്പറ്റി. അമ്മച്ചിക്ക് ഇച്ചാനും പറ്റുന്ന കാലങ്ങളിൽ രണ്ടുപേരും പള്ളി പോവുകയും ആത്മീയമായ കാര്യങ്ങളെല്ലാം അവർ ഒത്തിരി മുൻപന്തിയിലായിരുന്നു. ഇപ്പം ഇച്ചായ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. 15 വർഷത്തോളമായി ഏകദേശം അമ്മച്ചി ഇരിപ്പായിട്ട്. അത് കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് ആദ്യം സ്ട്രോക്ക് വന്നു. അതിനുശേഷം കാല് ഒടിഞ്ഞു. അതെല്ലാം അതിനുശേഷം അമ്മച്ചിക്ക് അങ്ങനെ നടക്കാനൊന്നും വയ്യാതെ വീട്ടിൽ തന്നെ ഇരിപ്പ് തന്നെയായിരുന്നു എപ്പോഴും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 6 മാസമായിട്ട് അമ്മച്ചി തീർത്തും കിടപ്പ് തന്നെയാണ്. അപ്പോൾ അമ്മച്ചീനെ രാവിലെ എണീപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് പല്ല് തേച്ച് എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. അതുപോലെ ചേച്ചിമാർ 2 അടുത്തുണ്ട്, അവരും വന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട്. ആവുന്ന കാലത്തെല്ലാം കൊച്ചുമക്കളോട് വല്ലാത്ത അടുപ്പവും കരുതലും സ്നേഹവും അമ്മച്ചി പ്രകടിപ്പിച്ചു പോന്നു. അത് തിരിച്ചറിഞ്ഞ കൊച്ചുമക്കൾ ഈ അമ്മയ്ക്ക് മുന്നിൽ വിളമ്പുന്നതെന്തും അവരുടെ ഹൃദയത്തിൽ നിന്നാണ്. എൻ്റെ പേര് സുനിത. ഞാനാണ് അമ്മച്ചിയുടെ ആദ്യത്തെ കൊച്ചുമോള്. ചായനും അമ്മച്ചിയും ആദ്യം കൊച്ചുമോളായിട്ട് വന്നത് ഞാനാണ്. എൻ്റെ മമ്മിയാണ് ഇവിടുത്തെ ഏറ്റവും മൂത്തയാൾ. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പം എനിക്ക് 2 ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ആദ്യത്തെ കാലത്ത് ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന അമ്മച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും പണിയായിരിക്കും. അടുക്കളയിലെ പണി കഴിഞ്ഞ് കഴിയുമ്പം പുറത്ത് പറമ്പിൽ എന്തെങ്കിലും പണിയും ഇച്ചായനും കാണും കൂടെ. അപ്പം ഈ വീടല്ലായിരുന്നു അന്ന് താമസിച്ചുകൊണ്ടിരുന്ന വീട്, ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആ മല തീരുന്നൊരു സ്ഥലമുണ്ട്, നിരപ്പായിട്ട്. ഞങ്ങൾ തട്ടെന്നാണ് പറയുന്നത്. അമ്മച്ചി ഇച്ചായനുമൊക്കെ അവിടെ പുല്ലേത്താൻ പോകുമ്പോൾ ഞങ്ങളെപ്പോഴും മാങ്ങാപ്പഴം, അവിടെ ഒത്തിരി മാങ്ങാപ്പഴമുണ്ട്, അത് പറിക്കാൻ പോകുന്നതും എല്ലാം ഇപ്പോഴും ഞാൻ മനസ്സിലങ്ങനെ കിടക്കുക. പിന്നെ ഈ അവധിക്കാലം എന്ന് പറയുന്ന ചക്ക മാങ്ങയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അമ്മച്ചി ചക്ക വറക്കുമ്പോഴേ ഒത്തിരി പഴയ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരും. എൻ്റെ പേര് മത്തായി, എല്ലാവരും മത്തായിത്തെന്ന് വിളിക്കുന്നു. എൻ്റെ സ്വന്തം വീട് പേരാവൂരാണ്. പേരാവൂർ ഇടത്താഴെന്ന് പറയും. ഞാനിവിടെ കെട്ടി വന്നിട്ട് എൻ്റെ മൂത്ത മകളെ കെട്ടിയതാണ്. 10-22 വർഷമായി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട്. ഞാനിവിടെ വരുന്ന കാലത്ത് അമ്മച്ചി വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വരുന്ന കാലത്തെല്ലാം കഠിന അധ്വാനമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കടന്നപ്പോഴൊക്കെ ചായൻ റബ്ബർ വെട്ടും, വെളുപ്പിനേറ്റ് റബ്ബർ വെട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വരുന്ന കാലത്തെല്ലാം അമ്മച്ചി എപ്പോൾ എന്നോട് ചോദിക്കും സുഖമാണോ, എനിക്ക് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്, പണിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. വന്നാൽ ഏറ്റവും നന്നായി സ്നേഹിക്കുമായിരുന്നു. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ പേര് നിഷ. ഞാൻ അമ്മച്ചിയുടെ 2ാമത്തെ കൊച്ചുമകളാണ്. ഇവിടുത്തെ മൂത്ത മകളുടെ 2ാമത്തെ മകള്. എൻ്റെ കല്യാണം കഴിഞ്ഞാണ് 2 മക്കൾ. മൂത്തയാൾ BSc നഴ്സിംഗ് 3rd ഇയർ പഠിക്കുന്നു. 2ാമത്തെ ആൾ 10th സ്റ്റാൻഡേർഡിൽ. എൻ്റെ ഇടവക കരുണാപുരം സെൻറ്റ് ജൂഡ് ചർച്ചാണ്. അമ്മച്ചിയെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിൽക്കുന്നത്, അമ്മച്ചി ഓടി നടന്നു. അമ്മച്ചി ഒരു സ്ഥലത്ത് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇച്ചായനും പുറകെ ഉണ്ടാവും. ഇത്രയും ഒത്തൊരുമയുള്ള ദമ്പതികൾ എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവർ ഓടി നടന്ന് അധ്വാനം കഴിഞ്ഞ് വൈകുന്നേരം എല്ലാ മക്കളെയും കൂട്ടിയിരുത്തിയ ഒരു കുരിശുവരയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ക്ഷീണത്തിലും അമ്മച്ചി എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് കുരിശുവര അമ്മച്ചി ഇച്ചാച്ചനും കൂടെ ലീഡ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. കാരണം ഒരു അരമണിക്കൂറൊന്നും ആയിരുന്നില്ല, ആ കുരിശുവര നീണ്ടു പോകുമായിരുന്നു. എന്നാലും ഞങ്ങൾ ആ കുരിശുവരയൊക്കെ ഒത്തിരി എന്താ പറയുക ആസ്വദിച്ച് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഇപ്പം പപ്പയായിട്ടും മമ്മിയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് ആ ഒരു വിശ്വാസം പകർന്നു തന്നു. അത് എനിക്ക് ഉറപ്പുണ്ട്. അമ്മച്ചിയുടെ ഇച്ചായൻ്റെ ആ ഒരു പകർന്നു തരൽ തന്നെയാണ് ഇന്നും ഞങ്ങൾ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത്. എൻ്റെ പേര് ഏഞ്ചൽ എന്നാണ്. എൻ്റെ പപ്പയുടെ പേര് ജോൺസൺ, അമ്മയുടെ പേര് സിമി. ഞാൻ അമ്മച്ചിയുടെ ഇളയ മോൻ്റെ മോളാണ്. ഞാനിപ്പം ഫൈനൽ ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ അമ്മച്ചീനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അമ്മച്ചിയിൽ ഏറ്റവും നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മച്ചിയാണേലും ഇച്ചാനാണേലും ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നതാണ്. അമ്മച്ചിയുടെ കഴുത്തിലൊരു കൊന്ത ഉണ്ടാവും, കയ്യിലും ഉണ്ടാവും, ഒപ്പം തന്നെ കഴുത്തിലൊരു ബെന്തിങ്ങ ഉണ്ടാവുമായിരുന്നു.
അപ്പോൾ അമ്മച്ചി ഒരു ദിവസം ഒരു 30-35 കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. അമ്മച്ചി ഞങ്ങളുടെ അടുത്ത് എന്നും വൈകുന്നേരം ആകുമ്പോൾ വന്ന് പറയുമായിരുന്നു, ഞാനിന്ന് 30-35 കൊന്തയൊക്കെ ചെല്ലി. അമ്മച്ചി അത് പറയുമ്പോൾ അമ്മച്ചിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് കാണാമായിരുന്നു. അമ്മച്ചിക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ അത് കേൾക്കുന്നത് നമുക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പം സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും എന്ത് എക്സാം ഉണ്ടെങ്കിലും ഞങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞിട്ടാണ് പോകുന്നപ്പോൾ അമ്മച്ചി ഞങ്ങളെ നെറ്റിയിൽ കുരിശ് വരച്ചൊക്കെ തന്ന് പ്രാർത്ഥിച്ച് വിടുമായിരുന്നു. അത് കഴിഞ്ഞാണെങ്കിലും ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വരാൻ വേണ്ടി അമ്മച്ചി നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പോൾ പരീക്ഷ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അമ്മച്ചി നിങ്ങൾ പറയുമായിരുന്നെങ്കിൽ അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നല്ല വിജയം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അമ്മച്ചി പറയണം. അപ്പോൾ അത് കേൾക്കുന്ന നമുക്ക് തന്നെ നല്ലൊരു സമാധാനമായിരുന്നു. സെന്റ് തോമസ് ഫൊറോന ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട മാണി മേൽവട്ടവച്ചൻ ഇടവകയിലുള്ള ഓരോ കുടുംബത്തെയും വ്യക്തിപരമായി അറിയുന്ന നല്ല ഇടയനാണ്. ആ ഇടയൻ ഈ മുണ്ടമറ്റം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വാചാലനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. മുണ്ടമറ്റത്തിൽ ജോൺസൺ, സിമി എന്നീ ദമ്പതികളുടെ അമ്മയായ ഏലിക്കുട്ടി അമ്മച്ചി തീർച്ചയായിട്ടും മക്കളാൽ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്. ജോൺസൺ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളാണ്. എന്നാലും ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുകയാണ്, വികാരിയച്ഛൻ എന്ന നിലയിൽ ഇവരുടെ ഒരു ആത്മീയ അടിത്തറയുടെ ഭാഗമായിട്ടാണ് ഇവരുടെ മാതാപിതാക്കളോടുള്ള ആ സ്നേഹബന്ധം. എത്ര കൂട്ടായ്മയിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നതെന്ന് മക്കളോട് സംസാരിക്കുമ്പോഴും അവർ ഓരോരുത്തരും ജീവിക്കുന്ന മാതൃകാ ജീവിതം കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടെ വർത്തിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് ജീവൻ എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. സിസ്റ്റേഴ്സ് ആണെങ്കിലും കൂടെ കൂടെ സാധിക്കുമ്പോഴൊക്കെ വീട്ടിൽ വന്ന് അമ്മയെ ശുശ്രൂഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായ മുണ്ടമറ്റം കുടുംബത്തിലെ ഏലിക്കുട്ടി അമ്മച്ചി തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന, പ്രത്യാശയോടുകൂടെ മുമ്പോട്ട് പോകുന്ന നല്ലൊരു അമ്മച്ചിയാണ്. ഒരിക്കലും വഴക്കിടാത്ത ഇച്ചായനും അമ്മച്ചിയും പകർന്നു നൽകിയ ദൃഢതയാർന്ന സ്നേഹം ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാകുന്നു. സൗഹൃദം നിറഞ്ഞ ഈ അനുഗ്രഹീത നിമിഷങ്ങൾ ഏവർക്കും ഊർജം നിറയ്ക്കുന്നു. കാലങ്ങൾ കടന്നുപോയാലും തലമുറകൾ കൊഴിഞ്ഞു വീണാലും നമുക്ക് മുന്നിൽ സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രമെഴുതിയ ഇതുപോലെയുള്ള ഇച്ചായൻ അമ്മച്ചിമാരുടെ ജീവിതങ്ങൾ എന്നും പാഠപുസ്തകമായിരിക്കും. കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബം ഒരു ഗാനം, സ്നേഹ സമ്മാനം. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഇന്ന് മക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഏത് രീതിയിലുള്ള സമീപനം അവരോട് കാണിക്കണം, എങ്ങനെ അവരോട് സ്നേഹത്തോടെ പെരുമാറണം, കരുതണം എന്ന ഒരു നല്ല സന്ദേശം മാർത്താണ്ഡൻ രൂപതയുടെ മെത്രാൻ അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഒരു മനുഷ്യൻ ആദ്യം കാണുന്നത് തൻ്റെ അമ്മയുടെ മുഖമാണ്. ആദ്യം ശ്രവിക്കുന്നത് അമ്മയുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയുടെ മുഖമാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം. തൻ്റെ അമ്മയുടെ ശബ്ദമാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വോയിസ്. കാരണം അതാണ് ആദ്യം കേൾക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ കുഞ്ഞ് അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. ഒരു അമ്മ എന്ന് പറയുന്നത് പകരം വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത, ചിലപ്പോൾ അമ്മ കാണിക്കുന്നത് പോലുള്ള ഒരു സ്നേഹം അപ്പൻ കാണിച്ചെന്ന് വരില്ല. പക്ഷേ താൻ അധ്വാനിക്കുന്നത് മുഴുവനും
ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ മാതാപിതാക്കളെ വൃദ്ധമന്ദിരത്തിലും അനാഥാലയങ്ങളിലും കൊണ്ട് വിടുന്നത് വളരെ ദുഷ്കരമായ അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ശ്രദ്ധയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അത് 4ാമത്തെ കൽപ്പനയിലുള്ള ഒരു ഭാഗമാണ് എന്ന് കരുതി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം, അവരെ സ്നേഹിക്കാം, അവരുടെ സ്നേഹം അനുഭവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 2 പേർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കന്മാരാണ്. ഇവിടെ ഒരു അമ്മ ഉണ്ട്, ഏലിക്കുട്ടി, 94 വയസ്സുള്ള അമ്മ. ഭർത്താവ് 7 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അന്നും ഇന്നും ദൈവത്തെ മുറുകെ പിടിച്ച് തളരാത്ത വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷിയായി മക്കളുടെ ഒപ്പം അവർക്ക് പ്രചോദനം കൊടുത്ത് അവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും ഒപ്പം നിന്ന് സന്തോഷം കൊടുത്ത് സ്നേഹം എന്താണെന്നും കൂട്ടായ്മ എന്താണെന്നും അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരു വലിയ ദീപം. കഷ്ടപ്പെട്ട് മാതാപിതാക്കളെ നോക്കുന്നതല്ല, ഇഷ്ടപ്പെട്ട് നോക്കുന്നതാണ് കരണീയം എന്ന് തെളിയിക്കുന്ന മക്കൾ കിടന്ന കിടപ്പിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലും സന്തോഷത്തോടുകൂടി സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കുന്ന മക്കൾ, ഇതിൽ പരം എന്തൊരു സൗഭാഗ്യവും സന്തോഷവുമാണ് നമുക്ക് വേണ്ടത്. സ്നേഹത്തിൻ്റെ മറുവാക്കായ ഈ അമ്മയ്ക്ക്, നസ്രസിലെ തിരുക്കുടുംബത്തിൻ്റെ പതിപ്പായ ഈ കുടുംബത്തിന് 57 പേർ അടങ്ങുന്ന കൊച്ചുമക്കൾ അടക്കമുള്ള എല്ലാവർക്കും ഈ അമ്മയ്ക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 9747775370.